അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിൻ്റെ വിജ്ഞാനം പെയ്തിറങ്ങുന്ന ഒരു സദസ്സിൻ്റെ സമാപനത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളുള്ളത്. ഒരു ദിവസത്തിൻ്റെ ഒരു വലിയ ഭാഗം ഈ ഒരു ഒഴിവ് ദിവസത്തിൽ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. റഹ്മാനായ റബ്ബ് പരലോകത്ത് നന്മ തിന്മകളെ തൂക്കി നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ വലിയ കനം തൂങ്ങുന്ന നന്മയായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ചുരുങ്ങിയ സമയത്തിൽ ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇമാം ഖാസിം റഹിമഹുല്ലാ അദ്ദേഹം മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു ദിവസം പുറപ്പെടുന്നുണ്ട്. ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിത പതിവിൽപ്പെട്ടതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയി അള്ളാഹുവിൻ്റെ ദീനിൻ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചു മനസ്സിലാക്കുക എന്നത്. ഒരു നാൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മഹാനായ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര തിരിച്ചപ്പോൾ ളുഹാ സമയത്താണ് വീട്ടിലെത്തിയത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കാരത്തിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിനടിയിൽ എത്തിയപ്പോൾ തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ തേങ്ങൽ ഖാസിം റഹിമഹുല്ല കേൾക്കുന്നുണ്ട്. ആ കരച്ചിലിൻ്റെ ശക്തി കണ്ട് അത് താങ്ങാൻ കഴിയാതെ അവിടെ നിന്ന് ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തിരിച്ചു മടങ്ങി. കുറേ സമയം തൻ്റേതായ കാര്യങ്ങൾ അങ്ങാടിയിൽ ചെയ്ത് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം മഹാനായ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് തിരിച്ചു വരികയാണ്. ആ സമയത്തും ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലാണ്. കവിൾത്തടത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കരച്ചിലിൻ്റെ തേങ്ങലിൻ്റെ ശബ്ദം പുറത്തുള്ളവർ കേൾക്കാൻ മാത്രം ശക്തമാണ്. എന്താണ് ആയിഷ ബീവി കരയാനുള്ള കാരണം? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിലൊരു ആയത്താണ്. നരകക്കാർ, സ്വർഗത്തിൻ്റെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൂറിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വർഗത്തിൽ പ്രവേശിച്ച വിശ്വാസികളായ ആളുകൾ അവർ അവിടെ വെച്ച് പറയുകയാണ്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹുവേ നീ എന്ത് വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വവഖാനാ അദാബസ്സമൂം, രോമസുഷിരങ്ങളിലേക്ക് തുളച്ചു കയറുന്ന നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തിയല്ലോ എന്നാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ഓതിയിട്ടാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകാനുള്ള കാരണം സ്വർഗത്തിൻ്റെ അവകാശികൾ നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞ നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് അവരെ രക്ഷപ്പെടുത്തിയതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബാക്കൾ ഇങ്ങനെയാണ്. അവരുടെ ജീവിതത്തിലുടനീളം അവർ നരകത്തെ പേടിച്ചുകൊണ്ടാണ് ജീവിച്ചത്. സ്വർഗമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ ആയിഷ ബീവി കിടക്കുന്നു. അവർ തമ്മിലുള്ള ഭാര്യ ഭർത്തൃ സല്ലാപങ്ങൾ പങ്കുവെക്കുന്നു, പരസ്പരം ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. അതിനിടയിൽ പെട്ടെന്നതാ ആയിഷയുടെ കണ്ണ് നിറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുകയാണ്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിക്കയാ ആയിഷ മാ യുബ്കീക്, എന്തിനാ ആയിഷ നീ കരയുന്നത്? നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് സല്ലപിച്ചുകൊണ്ട് വർത്താനം പറയുന്നതിനിടയിൽ ആയിഷ നിന്റെ കണ്ണ് നനയാനുള്ള കാരണം എന്താണ് ആയിഷ, എന്തേ നീ കരയാനുള്ള കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, റസൂലേ ദക്കർത്തുന്നാർ, നരകത്തെ ഞാൻ ഓർത്തുപോയി. പ്രിയപ്പെട്ടവരെ, അവരുടെ ചിന്തകളിലുള്ളത് നരകമാണ്, നരകത്തിൻ്റെ ഭീകരതയാണ്. റസൂലേ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി, ദജ്ജാലിൻ്റെ ഫിത്നയെ കുറിച്ച് ഞാൻ ഓർത്തുപോയി, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന. സഹോദരങ്ങളെ, സ്വഹാബത്ത് ഇങ്ങനെയാണ്. അവരുടെ ജീവിതത്തിലുടനീളം അവർ ഭയപ്പെട്ടത് നരകപ്രവേശനത്തെയാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ സർവ്വസേവനത്തിനും വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സ്വഹാബിയാൻ. അഹ്ലുസുഫയിൽപ്പെട്ട മദീനയുടെ ഓരത്ത് ചേർന്നിരുന്ന് കിടക്കാനോ ഉടുക്കാനോ തിന്നാനോ ഒന്നുമില്ലാതെ, ഒന്നിനും വകുപ്പില്ലാതെ പട്ടിണി കടന്ന് ബോധം കെട്ട് വീണ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഒരു വ്യക്തി മാത്രമായിരുന്നു മഹാനായ റബീഅത്തുൽ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു. നബിയുടെ ചാരത്തിങ്ങനെ എപ്പോഴും ഉണ്ടാകും, പ്രവാചകന്റെ വീട്ടിൻ്റെ വാതിലിനരികിൽ എപ്പോഴും ഉണ്ടാകും. മഹാനായ റസൂലിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ ആവശ്യം നിറവേറ്റി കൊടുക്കാനാണ് റബീഅ റളിയല്ലാഹു അൻഹു കാത്തിരുന്നത്. ഒരു നാൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഉളു എടുക്കാൻ വേണ്ടി വെള്ളം കൊച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി യാ റബീഅ, റബീഅ എന്താ നിന്റെ ആവശ്യം, എന്താണ് നിനക്ക് വേണ്ടത്, നീ ചോദിച്ചോ എന്നാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മദീനയുടെ അധികാരിയായ പ്രവാചകന്റെ തിരുനാവിലൂടെ കേൾക്കുന്ന ചോദ്യം അത്ഭുതമാണ്. ലോകത്തിന്റെ അഷറഫുൽ ഖൽഖായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, റബീഅ സൽ, എന്താണ് നിന്റെ ആവശ്യം, നീ എന്നോട് ചോദിച്ചോ. അത്രത്തോളം ബന്ധമുണ്ട് പ്രവാചകനും റബീഅ റളിയല്ലാഹു അൻഹുവും തമ്മിൽ. പാവപ്പെട്ട സ്വഹാബിയാൻ, ഉടുക്കാൻ വകുപ്പില്ലാത്തനാൻ, ഒന്ന് കിടന്നുറങ്ങാൻ തലചായ്ക്കാൻ വീടില്ലാത്തവനാൻ, വിവാഹത്തിന് സാമ്പത്തികമായി കഴിവില്ലാത്തവനാൻ. പ്രിയപ്പെട്ടവരെ, അഹ്ലുസുഫ എന്ന പട്ടിണി പാവങ്ങളായ സ്വഹാബത്തിനിടയിൽ ജീവിക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു മദീനയുടെ അധികാരിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ എനിക്ക് വേണ്ടത് സ്വർഗമാണ്, എനിക്ക് വേണ്ടത് സ്വർഗമാണ്, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എനിക്ക് വരണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ദരിദ്രനായ സ്വഹാബിയുടെ നാവിലും സ്വർഗമായിരുന്നു അവരുടെ ലക്ഷ്യം. ഉടുക്കാൻ വസ്ത്രമല്ല, ഒരു കൂരയല്ല, ജീവിതത്തിൻ്റെ ഒരു പ്രിയസഖിയെ സ്വീകരിക്കാനുള്ള സാമ്പത്തികമായ സഹായമല്ല, ജീവിതത്തിൻ്റെ ഐശ്വര്യഘട്ടങ്ങളിലേക്ക് ചേക്കേറുവാനുള്ള സാമ്പത്തിക അഭിവൃദ്ധിയല്ല, മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗം വേണമെന്നാണ്. കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇഹലോകത്തിൻ്റെ നശ്വരതയെ, ഇഹലോകത്തിൻ്റെ നശ്വരതയെയും പരലോകത്തിൻ്റെ ശാശ്വതത്വത്തെയും കൃത്യമായി ബോധ്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാണ് സ്വഹാബാക്കൾ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, ഞങ്ങൾക്ക് സ്വർഗമാണ് വേണ്ടത്, ജീവൻ മുഴുവൻ നൽകിയാലും സമ്പത്ത് മുഴുവൻ നൽകിയാലും കുടുംബത്തെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് സമർപ്പിച്ചാലും ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം അള്ളാഹുവിന് വേണ്ടി ചിലവഴിച്ചാലും ഞങ്ങൾക്ക് ലക്ഷ്യം സ്വർഗമാണ് എന്ന് പ്രിയപ്പെട്ടവരെ പ്രഖ്യാപിക്കുകയും പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് സ്വർഗത്തിനാണ്. നമ്മൾ എത്ര പേർക്കത് കിട്ടും? നമ്മുടെ ജീവിതത്തിനെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾക്ക് എത്ര പേർക്ക് സഹോദരങ്ങളെ സ്വർഗം കിട്ടും? നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുക, ജീവിതത്തെ വിചിന്തനം ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ വിളിച്ച് അല്ലാഹു പറയാൻ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രം എന്ത് കർമ്മത്തിൻ്റെ നന്മയുടെ ഭാണ്ഡമാണ് നിങ്ങൾ കരുതി വച്ചിട്ടുള്ളത് എന്ന് സത്യവിശ്വാസികളെ ദിനം പ്രതി ആലോചിച്ചുകൊണ്ടേ നിമിഷങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ, സെക്കൻഡുകളിലൂടെ, മാസത്തിലൂടെ, ആഴ്ചകളിലൂടെ കടന്നു പോകുന്ന വിശ്വാസിയുടെ ചിന്താമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ചിന്ത, നാളെ രക്ഷപ്പെടാൻ നരകത്തിൽ നിന്ന് വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, നാം എല്ലാവരും നരകത്തിൻ്റെ അരികിലെത്തും. ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും നരകത്തിൻ്റെ അരികിലെത്തും. അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് ആരെയാണ്? സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചവരെ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മളവിടെ കേട്ടു.
ആദർശപരമായി, കൗടംബികമായി, വ്യക്തിപരമായി നാം സ്വീകരിക്കേണ്ട ആദർശത്തെയും നാം പാലിക്കേണ്ട മര്യാദകളെയും നമ്മുടെ കുടുംബത്തിൽ ശീലിക്കേണ്ട അച്ചടക്കത്തെയും സംബന്ധിച്ച് വളരെ വിശദമായ പഠന ക്ലാസ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതുപേക്ഷിച്ചു പോകാൻ നമ്മൾ തയ്യാറാവരുത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ എന്നും വിജ്ഞാനം തേടാൻ വേണ്ടി വരുന്നൊരു മഹദിയുണ്ട്. ആ മഹദിയോട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല, പഠിച്ച അറിവ്, ഇന്നലെ പഠിച്ച അറിവ് നീ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ മഹദി പറഞ്ഞു, ആയിഷ, ഇന്നലെ പഠിച്ച അറിവ് എനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ പറയുകയാണ്, എന്തിനാണ് പരലോകത്ത് നിനക്കെതിരിൽ സാക്ഷികളെ നീ ഒരുമിച്ച് കൂട്ടുന്നത്? സഹോദരങ്ങളെ, പഠിച്ച അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇത് നമുക്കെതിരായിക്കൊണ്ട് അള്ളാഹുവിനോട് വന്ന് പറയും. ഈ തറയിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് കേട്ടിട്ടുള്ള വിജ്ഞാന സദസ്സിൽ നിന്ന് നമ്മൾ കേട്ട ഓരോ ക്ലാസും, ബഹുമാന്യ ഫൈസൽ മൗലവി ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ തൊട്ടുമുമ്പ് നടന്ന പ്രഭാഷണവും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുമുമ്പ് നടന്ന സുന്നത്തുമായ സംസാരവും, ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഇത്രയും സമയം അച്ചടക്കത്തോടെ നമുക്കിവിടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പരലോകത്തെതിരായി സാക്ഷി പറയരുത്, അനുകൂലമാക്കണം. അൽ ഖുർആനു ലക ഔ അലൈക, ഖുർആൻ നിനക്ക് വേണ്ടി പരലോകത്ത് വരും, അതല്ലെങ്കിൽ നിനക്കെതിരായി പരലോകത്ത് വരുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് ഒരു നായയെ പറയുന്നുണ്ട്. ആ നായയെ പോലെ ആവരുത്. എന്താ നായയുടെ പ്രത്യേകത? നായയെ നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞാട്ടിയാലും നായ നാവ് തൂക്കിയിട്ട് കൊണ്ട് തന്നെ നടക്കും. നായ നിങ്ങൾ വെറുതെ വിട്ടാലും അതിൻ്റെ നാവ് താഴേക്ക് തന്നെ തൂക്കിയിട്ട് ആടിക്കൊണ്ട് നടക്കുമെന്നാണ്. ഇതുപോലെ ആവരുത് നമ്മൾ. ഉപദേശങ്ങൾ ജീവിതത്തിൽ കേട്ടാലും സത്യമെന്താണ്, ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന സന്ദേശങ്ങളെ പകർന്നു തന്നാലും അത് ജീവിതത്തിൽ പകർത്താതെ കേട്ടതിലും കേൾക്കാത്തതിലും സമമാണ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റരുത്. മറിച്ച് കേട്ട കാര്യങ്ങളെ അച്ചടക്കത്തോടെ പകർത്തിയെടുക്കണം. പരിശുദ്ധ ഖുർആനിൽ കുഫാറുകളുടെ ലക്ഷണമായി ഒന്നാമത് എണ്ണിയത് ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുക്മിനൂൻ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കുഫറുള്ള ആളുകളുടെ ലക്ഷണമായി ആദ്യം എണ്ണിയത് അവരോട് ഉത്ബോധനം നൽകിയാലും അവർക്ക് ഉത്ബോധനം നൽകിയിട്ടില്ലെങ്കിലും അവർ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹിജാബിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ജീവിതത്തിൽ പാലിക്കേണ്ട നന്മകളെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച് കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ നമ്മൾ ജീവിച്ചാൽ കമസലിൽ കൽബ്, ഒരു നായക്ക് സമാനമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ നായയെ നിങ്ങൾ വെറുതെ വിട്ടാലും നാവ് തൂക്കിയിട്ട് അത് മുന്നോട്ട് പോകുന്നത് പോലെ, അതിനെ നിങ്ങൾ നേരിട്ടാലും അതിനെ നിങ്ങൾ വെറുതെ ആട്ടിവിട്ടാലും നാവ് തൂക്കിയിട്ട് നടക്കുന്നത് പോലെ നായക്ക് സമാനമായ മനുഷ്യരായി നമ്മൾ മാറരുത്. കേട്ടത് ജീവിതത്തിൽ കൊണ്ടുവരണം. ജമാഅത്ത് നിസ്കാരങ്ങൾ ഇനി നമുക്ക് ഉപേക്ഷിക്കാൻ ഒഴിവില്ല. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീന പള്ളിയുടെ സൊഫിൽ നിരകെട്ടിയിരുന്നത് രണ്ടുപേർ നടക്കാൻ കഴിയാത്ത, എണീറ്റ് നിൽക്കാൻ കഴിയാത്ത സ്വഹാബിയെ തോളിലേറ്റിക്കൊണ്ടവർ നിന്നിരുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാവാൻ നമുക്കൊഴുതിറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ നട്ടെല്ല് നിവർത്തി നിന്ന് പടച്ചവനോട് പറയാൻ പറ്റണം, റബ്ബേ, എൻ്റെ മാക്സിമം, എൻ്റെ കഴിവിൻ്റെ പരമാവധി ജമാഅത്ത് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന മറുപടി പറയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു തർത്തീബിലേക്ക് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു സദസ്സായി ഈ സദസ്സിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി മനുഷ്യരെ വലിച്ചെറിയുമ്പോൾ അവിടെ നരകക്കാർ പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കിനെ നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് മുൽക്കിൽ അല്ലാഹ് പറയാൻ, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി തള്ളുന്ന സമയത്ത്, ആ നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന സമയത്ത് ആ നരകത്തിൻ്റെ കാവൽ മാലാകമാർ ഈ മനുഷ്യന്റെ ആർപ്പുവിളിയും നിലവിളിയും കേട്ടുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, അലം യഅതികും നദീർ.
അല്ല നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് താക്കീതുകാർ കടന്നു വന്നിട്ടില്ലേ? എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ? തൗഹീദ് എന്താണ്? സുന്നത്ത് എന്താണ്? ബിദ്അത്ത് എന്താണ്? അച്ചടക്കം എന്താണ്? ജീവിതത്തിന്റെ വിശുദ്ധി എന്താണ്? ധാർമ്മികത എന്താണ്? അധർമ്മങ്ങൾ എന്താണ്? അതുപോലെ തന്നെ ജീവിതത്തിൽ ജീവിക്കേണ്ട മുച്ചൂട് രംഗങ്ങളെയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള താക്കീതുകാർ കടന്നു വന്നിട്ടില്ലയോ? സൂറത്ത് മുൽക്കിലുള്ള ആയത്താണ്. അപ്പൊ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യന്മാര് കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ബലാ ഖദ് ജാഅനാ നദീർ. ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ, കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് ഓരോ ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അത് വിജ്ഞാന സദസ്സുകളായി, വിവിധ തരത്തിലുള്ള ക്യാമ്പുകളായി, വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങളായി, വിവിധ തരത്തിലുള്ള വിജ്ഞാന സദസ്സുകളായി ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അവരെ കളിയാക്കുകയാണ് ചെയ്തത്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, ഞങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചിരുന്നു െങ്കിൽ, ആ പഠിപ്പിച്ചു തന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങളൊന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ നരകത്തിന്റെ ആളുകളാവില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യന്റെ സങ്കടം എന്താ? ഞങ്ങൾ അന്നൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു എന്നാണ്, ഞങ്ങൾ അന്നൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഖേദിക്കേണ്ടത് വീഴുന്ന സമയത്തല്ല, നെടിയിട്ട് നിൽക്കുന്ന ജീവനുള്ള സമയത്ത് ചിന്തിക്കാൻ കഴിയണം. മഹാനായ ഒരു താബിഈ വര്യൻ അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഇബ്കൂ, നിങ്ങൾ പൊട്ടിക്കരയുക, ഔ തബാക്കൂ, നിങ്ങൾക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയുക. ലൗ അലിമ അഹദുക്കും ഹഖീഖത ജഹന്നം, നിങ്ങളിൽ ആരെങ്കിലും നരകത്തെ ശരിക്ക് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലബകാ ഹത്തൻ ഖതഅത് ദുമൂഹു, കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചയും കണ്ണുനീരും വറ്റുവോളം നിങ്ങൾ ഇഹലോകത്ത് മരണം വരെ കരഞ്ഞുകൊണ്ടേയിരിക്കും. വലസല്ലഹത്തൻ കസറത ഇളാമുഹു, നിങ്ങളുടെ അസ്ഥികൾ പൊടിഞ്ഞു പോകാൻ മാത്രം റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ സുജൂദിലും റുകൂഇലും ഇഅ്തിദാലിലും നിസ്കാരം കൊണ്ട് ഇബാദത്ത് കൊണ്ട് നിറക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നരകത്തിൻ്റെ ഒരല്പഭാഗത്തെക്കുറിച്ച് നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ അത് മാത്രം മതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ് വളരെ ചിന്തനീയമായ, നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. യുഅ്താ ബിഅൻഅമി അഹ്ലി ദുനിയ മിനൽ കുഫാരി യൗമൽ ഖിയാമ, നാളെ പാരത്രിക കോടതിയിൽ ഇഹലോകത്തെ ഏറ്റവും വലിയ സുഖലോലുപനെ കൊണ്ടുവരും. അൻഅമു അഹ്ലി ദുനിയ, ഈ ലോകത്ത് ഏറ്റവും സുഖാഡംബര ജീവിതം, കാറുണ്ട്, ബൈക്കുണ്ട്, കെട്ടിടങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാവിധ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ വകുപ്പുകളും കൈക്കുമ്പിളിൽ ഒതുക്കിക്കൂട്ടിയ സുഖലോലുപൻ്റെ ജീവിതമാണ്. ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവന്ന് അല്ലാഹു നരകത്തിലേക്കൊന്ന് കൊണ്ടുപോയി ഇട്ട് തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. നരകം കാണിച്ചൊന്ന് കൊണ്ടുവരും. എന്നിട്ട് അവനോട് ചോദിക്കും, അല്ലടോ, ജീവിതത്തിൽ വല്ല നിഅമത്തും നീ അനുഭവിച്ചിട്ടുണ്ടോ? വല്ല സുഖവും ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയും, സുഖമെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഒരായുഷ്കാലം മുഴുവൻ ദുനിയാവിൻ്റെ സുഖങ്ങൾ മുഴുവൻ ആസ്വദിച്ച മനുഷ്യൻ, ദുനിയാവിൻ്റെ സൗന്ദര്യങ്ങളിൽ ജീവിതത്തെ തമർത്ത് ജീവിച്ച മനുഷ്യൻ, പക്ഷേ നരകത്തെ ഒരു നിമിഷ നേരം കണ്ടപ്പോൾ ആ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ച സുഖങ്ങൾ മുഴുവനും മറന്നുപോയി എന്ന് പറഞ്ഞാൽ നരകം എത്ര ഭീകരമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ നരകത്തിലേക്ക് നമുക്ക് പോയിക്കൂടാ. നമ്മൾ രക്ഷപ്പെടണം, നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടണം, നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതൊരു തുടർ പഠന സദസ്സുകളാക്കി മാറ്റണം. നമുക്ക് നമ്മുടെ ശാഖകളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ, നമ്മുടെ മണ്ഡലങ്ങളിൽ ഖുർആനിൻ്റെ സദസ്സുകളുണ്ട്. അവിടെ നമ്മൾ എത്തണം. മയ്യത്ത് കഫൻ തുണിയിൽ പൊതിഞ്ഞ് ഖബറിലേക്ക് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കുരുടീസ് കല്ല് മുകളിൽ വെച്ച് അവിടെ നിന്ന് നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും തിരിച്ചു നടക്കുമ്പോൾ മുൻകറും നക്കീറും ഖബറിൽ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ 4-മത്തൊരു ചോദ്യമുണ്ട്. ഏതാണോ നിന്റെ ദീൻ എന്ന് ചോദിക്കുമ്പോൾ ദീനി അൽ ഇസ്ലാം, ഏതാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാ, എന്താണ് മുഹമ്മദ് നബിയെ കുറിച്ച് നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഹുവ റസൂലുള്ളാ, അത് അല്ലാഹു അയച്ച പ്രവാചകനാണ്. 4-മത്തൊരു ചോദ്യമുണ്ട്, വമാ ഇൽമുക, എങ്ങനെയാണ് പഠിച്ചത് എന്നാണ്. മുഹമ്മദ് നബിയെ എവിടെ നിന്ന് പഠിച്ചു? ഇസ്ലാമിനെ എവിടെ നിന്ന് പഠിച്ചു? നിന്റെ ദീനിനെ എവിടെ നിന്ന് മനസ്സിലാക്കി? പടച്ചറബിനെ എവിടെ നിന്ന് മനസ്സിലാക്കി? വിശ്വാസിയായ മനുഷ്യന്റെ അതരം ആ സമയത്ത് മൊഴിയുന്നൊരു വാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതാണ് പറയാൻ പറ്റേണ്ടത്. ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിച്ചു.
ആ ഖുർആനിലൂടെ മുഹമ്മദ് നബിയെ കൃത്യമായി ഞാൻ മനസ്സിലാക്കി. ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി. ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി. ദാ ഇന്ന് മലക്കുൽ മൗത്ത് നമ്മുടെ അരികിൽ വന്ന് നാളെ നമ്മുടെ മയ്യത്ത് ഈ പള്ളിക്കാട്ടിലേക്ക് ഇറക്കി വെച്ച് ഖബറിനെ അരികിലേക്ക് ഇറക്കി വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, മലക്കുൽ മുൻകറും നക്കീറും നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ പഠിച്ചിട്ടുണ്ട് ഖുർആനിനെ എന്ന്? സൂറത്ത് ഫാത്തിഹയിൽ എന്തിനാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് 2 തവണ ഇയ്യാക എന്ന പദം വന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയുമോ? 17 തവണ നിർബന്ധമായും നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഖബറിൽ മറുപടി പറയും ഖറഅതു കിതാബല്ലാഹ് എന്ന്, ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്ന്? അതുകൊണ്ട് മഹാനായ റസൂലിൻ്റെ ഒരു സങ്കടമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകൻ കാർമേഘം ഇരുണ്ട് കൂടുന്ന സമയത്ത് പ്രവാചകന്റെ മുഖം വിറളും, പ്രവാചകന്റെ മുഖം കറുത്തുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. ആ കാർമേഘം പോയി കഴിഞ്ഞാൽ പ്രവാചകന്റെ മുഖത്തൊരു തെളിമ കാണും. മഹാനായ റസൂലിനോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ പേടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എൻ്റെ ഉമ്മത്തിനെ പടച്ച റബ്ബ് നശിപ്പിക്കുമോ എന്ന ഭയമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ബഖീഉൽ അർഖദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ ഖബർ മറമാടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാൻ, ഞാൻ എൻ്റെ ഇഖ്വാനുകളെ കാണാൻ ഇഷ്ടപ്പെടുന്നു. റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, റസൂലേ, ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ്. എൻ്റെ ഇഖ്വാനുകൾ എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെയാണ് അള്ളാഹിൻ്റെ റസൂൽ കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലിൻ്റെ അടുത്ത് വന്ന് ഒരിക്കൽ പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമത് മിൻ ദംബിഹാ വമാ തഅഖറത് വമാ അലനത് വമാ അസറത്. അല്ലാഹുവേ, ആയിഷക്ക് പുറത്തു കൊടുക്കണം. അവളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്ത മുഴുവൻ തെറ്റുകൾക്കും മാപ്പ് കൊടുക്കണം പടച്ച റബ്ബേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആയിഷ ബീവി അവിടെ നിന്ന് തുള്ളിച്ചാടാൻ, സന്തോഷം കൊണ്ട് ആർമാദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയസുറുക്കി ദുആഇ യാ ആയിഷ, ആയിഷ, എൻ്റെ പ്രാർത്ഥന നിന്നെ സന്തോഷിപ്പിച്ചോ? ആയിഷ, എൻ്റെ ദുആ നിന്നെ സന്തോഷിപ്പിച്ചോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അള്ളാഹുവിൻ്റെ ഏറ്റവും വിശുദ്ധനായ പ്രവാചകനാണ് താങ്കൾ. അതേപോലെ നാളെ സ്വർഗത്തിൻ്റെ താക്കോൽ താങ്കളുടെ കയ്യിലാണ്. താങ്കളല്ലേ ഉന്നതൻ. താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് റസൂല് പറയുന്നൊരു വാക്കുണ്ട്, എങ്കിൽ ആയിഷ നീ അറിയണം, ഇന്നഹാ ലദുആഇ ലി ഉമ്മത്തി ഫീ കുല്ലി സ്വലാത്തിൻ, എൻ്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയാണെന്നാണ്. സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മഹാനായ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മെ അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ട്. സ്വന്തം പ്രിയതമയുടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി മരുഭൂമിയിൽ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി കണ്ണുനീർ തുള്ളികൾ വാർന്നിറങ്ങി, പടച്ച റബ്ബേ, എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു നമുക്ക് വേണ്ടി. ആ പ്രവാചകൻ നാളെ പരലോകത്ത് പറയുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിക്കാരിൽ നമ്മൾ ഉണ്ടാവരുത്. എന്താണ് ആ പരാതി? യാ റബ്ബി ഇന്ന ഖൗമീ ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ച റബ്ബേ, എൻ്റെ കൗമുണ്ടല്ലോ, എൻ്റെ സമുദായമുണ്ടല്ലോ, അവർ ഈ ഖുർആനിനെ അവർ അവഗണിച്ചിരിക്കുന്നു, അവർ പരിഗണിച്ചതേയില്ല. വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നിന്ദ്യത, പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അതാണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാവണം QHLS ക്ലാസ്സുകളിൽ നിറസാന്നിധ്യമായി. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നബിയുടെ മരണശേഷം കരയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയോട്, മനുഷ്യരായാൽ മരണമുണ്ടല്ലോ, എന്തിനാണ് ഉമ്മ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്, ഞാൻ കരഞ്ഞത് നബിയുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല, ഞാൻ കരഞ്ഞത് ഇനി ആകാശ ലോകത്ത് നിന്ന് വഹ്യിറങ്ങില്ലല്ലോ എന്ന ആശങ്കയിലാണ് എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇനി ലഭിക്കില്ലല്ലോ എന്നാലോചിച്ച് കരഞ്ഞവരാണ് നമ്മുടെ സ്വഹാബി വനിതകളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കരയാനും നമുക്ക് കഴിയേണ്ടതുണ്ട്.
പരിശുദ്ധ ഖുർആനെ സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ മക്കളെ CRE ക്ലാസ്സിലേക്ക് നമ്മൾ വിടണം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ CREകൾ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അവിടെ എത്തുന്നുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ട് അവസാനം എല്ലാം തുലഞ്ഞ് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതിനു ശേഷം കൗൺസിൽ സെന്ററിൽ എങ്ങനെയാണ് ഇവളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതിനപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അവർ മുട്ടിപ്പൊളക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട വിജ്ഞാനം കൊടുക്കാൻ നമുക്ക് പറ്റണം, അല്ലേ? പെരിന്തൽമണ്ണയിൽ CREക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയ ഒരു സുഹൃത്തിൻ്റെ അനുഭവം സാധാരണ രീതിയിൽ നമുക്ക് കേട്ട് പരിചയമുണ്ടാവും. ഒരു പക്ഷേ ഉപ്പയോട് പോയി പറഞ്ഞു, ഉപ്പ നിങ്ങളെ മോളെ ഒന്ന് നമ്മളെ CRE ക്ലാസ്സിന് വിടണം. അപ്പോൾ ഉപ്പ പറയാണ്, എൻ്റെ മോള് ഡോക്ടറാവാൻ പഠിക്കാൻ, അതുകൊണ്ട് ഇപ്പം ഇതിനൊന്നും വിടാൻ ഒഴിവില്ല. എൻ്റെ ആഗ്രഹം എൻ്റെ മോള് ഡോക്ടറായതാ അവിടെ ഒരു ക്ലിനിക്ക് ഇടണം, എന്നിട്ട് അവിടെ അവൾ ചികിത്സിക്കണം എന്നതാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഉപ്പ പെരിന്തൽമണ്ണ പള്ളിയിൽ വരികയാണ്. പള്ളിയിൽ വന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, മക്കളെ എന്നാണ് നിങ്ങൾ CRE ക്ലാസ് തുടങ്ങുന്നത്? അപ്പോൾ ഇവർക്ക് ഓർമ്മ വന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷണിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കിയ ഒരു പിതാവാണ്. അപ്പോൾ ഉപ്പയോട് ചോദിച്ചു, എന്താണ് ഉപ്പ, നിങ്ങൾ അന്ന് ഞങ്ങൾ ക്ഷണിക്കാൻ വന്നിരുന്നല്ലോ, അന്ന് നിങ്ങൾ മോള് ഡോക്ടറാവാൻ പഠിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്, ഇപ്പം എന്തായി, മോള് ഡോക്ടറായോ? മോള് ഡോക്ടറൊക്കെ ആയി, തൊട്ടപ്പുറത്ത് വേറൊരു ക്ലിനിക്ക് ഇട്ട ഡോക്ടറിൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ്. ഇനി രണ്ടാമതൊരു മോളുണ്ട്, അതിനെ എനിക്ക് കൈ പിടിച്ച് ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡോക്ടർ ആയിട്ടില്ലെങ്കിലും ഓളെ എനിക്കൊന്ന് കല്യാണം കഴിച്ചു വിടാനുള്ള മോഹമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ കൊടുന്നിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടി കരയുന്നൊരു മകളുണ്ടാവണം. നിങ്ങളുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ചാലും മനം തൊന്ത് അള്ളാഹുവിന് മുമ്പിൽ സുജൂദിൽ കരഞ്ഞ് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് പറയുന്ന നാവുള്ള ഒരു മനസ്സുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് വേണ്ടേ? ഉപ്പയുടെ മയ്യത്ത് ജനാസ പള്ളിയിൽ നിരത്തി വെക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈകെട്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാ എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് നനഞ്ഞ കണ്ണുകളുമായി വിറക്കുന്ന ചുണ്ടുമായി ഹൃദയം പൊട്ടിയ പ്രാർത്ഥന നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് വരണമെങ്കിൽ അതിനവർ ദീന് പഠിച്ചിരിക്കണം. അതിന് CRE ക്ലാസ്സുകളിൽ അവരെത്തുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു തുടർ കർമ്മങ്ങളായി നമ്മൾ ഏറ്റെടുക്കുക. ഏത് സമയവും നമ്മൾ ഈ ലോകത്തോട് വിട പറയാം. ധൃതിപ്പെട്ടോടുന്നതിന് മുമ്പിൽ പിടിക്കാം നമ്മളെ മലക്കുൽ മൗത്ത്. ചെരുപ്പുകടയിൽ ചെരുപ്പ് വാങ്ങുന്ന സമയത്ത് മലക്കുൽ മൗത്ത് ഒരു മനുഷ്യനെ നോക്കി ചിരിച്ചു പോലും. എന്തിനെന്നറിയോ? ആ മനുഷ്യൻ ചെരുപ്പ് വാങ്ങുന്ന സമയത്ത് പറഞ്ഞു പോലും, 1 വർഷം ഇടാൻ പറ്റുന്ന ഗ്യാരണ്ടിയുള്ള ചെരുപ്പ് വേണം. മലക്കുൽ മൗത്ത് ചിരിച്ചത് ഈ ചെരുപ്പ് അവനിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ റൂഹിനെ പിടികൂടി എന്നാണ്. സഹോദരങ്ങളെ, ചെരുപ്പുകടയിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ചെന്ന് അതിന് ഗ്യാരണ്ടിയുള്ള വസ്തുക്കളും ലോങ് ലൈഫുള്ള വസ്തുക്കളും എടുക്കുന്നു നമ്മൾ. പക്ഷേ അതുപയോഗിക്കുന്ന നമുക്ക് ലോങ് ലൈഫ് ഇല്ല എന്ന തിരിച്ചറിവുണ്ടാവണം. മേപ്പാടിയിൽ രാത്രി കിടന്നുറങ്ങിയ ഒരു മനുഷ്യനും ചിന്തിച്ചിട്ട് പോലുമില്ല. പ്രഭാതത്തിൽ പോത്തുകല്ലിൽ ഏതോ മരത്തിൽ തങ്ങി നിൽക്കുന്ന തലയും ശരീരത്തിൻ്റെ അളിഞ്ഞ് പോയ ഭാഗങ്ങളും ആയി മാറുമെന്ന് മേപ്പാടിയിൽ വയനാടിൽ രാത്രി കിടന്നുറങ്ങിയ ഒരു മനുഷ്യനും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ബഗ്തതൻ മരണം വരുന്നത് പൊടുന്നനെയാണ്. ഫുജ്അതൻ മിൻ ഗൈരി ശുഊരിൻ, നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് അല്ലാഹ് നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകും. ആ സമയത്ത് റബ്ബിർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കി തരണേ എന്ന് പറഞ്ഞതുകൊണ്ട് മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ ആ കരയലുകൾക്കും ഖേദങ്ങൾക്കും കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ എന്ന വിളി നമുക്ക് കേൾക്കണം. ഇന്ന് മരിക്കുകയാണെങ്കിൽ നമ്മുടെ ആകാശ ലോകത്ത് നിന്ന് വെള്ള വസ്ത്രധാരികളായ മലക്കുകൾ ഇറങ്ങി വരണം. അവരിറങ്ങി വന്ന് നമ്മുടെ തലയ്ക്ക് ഭാഗത്ത് നിന്ന് പറയണം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, മടങ്ങി വന്നോ, നിന്നെ റബ്ബിന് തൃപ്തിയുണ്ട്, നീ റബ്ബിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു മരണമാ നമുക്ക് വേണ്ടത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. അതേ
അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ അനുസരിച്ച് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ മരണനേരത്ത് മലായിക്കത്തുകൾ ആകാശലോകത്ത് നിന്ന് സ്വർഗത്തിൻ്റെ കഫംപുടവയും സുഗന്ധങ്ങളുമായി കടന്നു വരുന്നുണ്ട്. അവർ മനുഷ്യന്റെ തലക്ക് ഭാഗത്തിരുന്നു കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഭയം എന്തിനെ സംബന്ധിച്ചാൻ? പോകാനിരിക്കുന്ന ലോകത്തെ സംബന്ധിച്ചാൻ. മഹ്ശറയിലേക്ക് ബർസഖിന്റെ ജീവിതത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം സ്വർഗമാണ് അള്ളാഹ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച്, മക്കളെക്കുറിച്ച് ആലോചിച്ച്, അതേപോലെ തന്നെ വീടിനെ കുറിച്ച് ആലോചിച്ച്, ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ വിട്ടേച്ചു പോകുന്ന ഒന്നിനെക്കുറിച്ച് ആലോചിച്ചും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം അവരുടെ കാര്യം നിങ്ങളുടെ റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മരണം നമുക്ക് വേണ്ടത്. മരിക്കുന്ന നേരത്തെ അള്ളാഹ് പറയണം, പേടിക്കണ്ട, മക്കളെ കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട്, ഇനി പോകുന്ന ലോകം സ്വർഗമാണ്. അങ്ങനെ മരിക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. അതിന് അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ടത് നന്മകളെക്കുറിച്ചാണ്. വജഅലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ അതാണ് വേണ്ടത്. പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം അധികം ജീവിക്കാൻ എനിക്ക് നീ തൗഫീക്ക് തന്നാൽ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാനുള്ള, നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ജീവിതമാക്കി അതിന് നീ എനിക്ക് തിരിച്ചു തരണേ അല്ലാ. നന്മകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ റൂഹിനെ നീ തിരിച്ചു വിളിക്കുന്ന സമയത്ത് റാഹതൻ മിൻ കുല്ലി ശർ, എല്ലാ ഷർറുകളിൽ നിന്നും സമാധാനത്തോടുകൂടി മരണമടഞ്ഞ് അല്ലാഹുവേ നിന്നിലേക്ക് തിരിച്ചു വരാൻ നീ എനിക്ക് തൗഫീക്ക് തരണമേ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ നാവിൻ തുമ്പത്തുണ്ടാവേണ്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുക. ജീവിതത്തിലുടനീളം നന്മകളുമായി മുന്നോട്ട് പോവുക. CRE ക്ലാസ്സുകളും QHLS ക്ലാസ്സുകളും ഖുതുബയും അതുപോലെ തന്നെ നമ്മുടെ ദഅ്വാ രംഗത്തും നമ്മൾ സജീവമായി ഉണ്ടാവുക. റഹ്മാനായ റബ്ബ് അതിനുള്ള സർവ്വ തൗഫീക്കും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ചിലവിട്ട ഇത്രയേറെ ദീർഘമായൊരു സമയം നമ്മൾ ചിലവിട്ടിട്ടുണ്ട്. നാളെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന ഒരു നന്മയായി, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്നിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിയ്യത്ത് കാണുന്ന എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ അള്ളാഹുവിൻ്റെ സഹായവും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.